ഡൽഹിയിൽ ബിജെപി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക്. Allocation from our central government, which is much over and above the earmarked allocations. Over 938 crores in 4 installments and a fifth installment of 120 crores, which is for clearing past dues, have already been given by the Ministry of Health and Family Welfare. And it is very disappointing to see the state government of Kerala, because of their administrative inefficiencies and their governmental failures, trying to divert attention from their inefficiencies and their incapability to give the dues and the salaries to the ASHA health workers, trying to shift attention to central government. Now, this is once again a clear message to the people of Kerala that for the state of Kerala also to progress, to have a Vigasit Kerala, it is important that there should be a double engine government in Kerala also. Thank you. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിജിയും ഭാരതീയ ജനതാ പാർട്ടിയുമാണ്. ഇന്ന് നരേന്ദ്രമോദിജി ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെയും ഒരേപോലെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, അതുപോലെ തന്നെ ഒരു വികസിത് ഭാരതം ഉണ്ടാകുമ്പോൾ ഒരു സ്വസ്ഥ ഭാരതം, എല്ലാവർക്കും നല്ല ആരോഗ്യം, ഇങ്ങനത്തെ ഒരു വിഷനിൽ ഇന്ന് ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം ഇന്ത്യയിലെ എല്ലാവർക്കും എല്ലാ ആനുകൂല്യങ്ങളും നൽകാൻ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. 2024-25 കേരള സർക്കാർ 2024 ജൂൺ 26 ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓർഡറുകളെല്ലാം കംപ്ലയൻസ് ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് 2024-25 ഫെബ്രുവരിയിൽ കേരള സർക്കാരിനെല്ലാം കൂടെ 938 കോടി 80 ലക്ഷം അത്രയും ഇവിടുന്ന് അലോക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2024-25 ഫൈനാൻഷ്യൽ ഇയറിൽ ആദ്യം ഇയർമാർക്ക് ചെയ്തിട്ടുള്ള തുക 913 കോടി 24 ലക്ഷമായിരുന്നു. അതായത് അതിനേക്കാൾ 25 കോടി കൂടുതൽ ആണ് കേന്ദ്ര സർക്കാർ അലോക്കേഷൻ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് അഞ്ചാമതൊരു അലോക്കേഷൻ, ആദ്യത്തെ തുക 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടായിരുന്നു കൊടുത്തത്. അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ഒരു അലോക്കേഷൻ 120 കോടി 45 ലക്ഷം. ഇത് പഴയ ഡ്യൂസ് ക്ലിയർ ചെയ്യാനാണ്. ഇങ്ങനെ ഒരു അഞ്ചാമത്തെ ഒരു ഇൻസ്റ്റലേഷനും കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്നുള്ള എല്ലാ വിഹിതങ്ങളും വളരെ കൃത്യമായി തന്നെ ഇവിടെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ മാറി മാറി വരുന്ന UDF സർക്കാരും LDF സർക്കാരും, ഇന്ന് കഴിഞ്ഞ 10 വർഷം ഏകദേശം 2 ടേമായിട്ട് ഭരിക്കുന്ന ശ്രീ പിണറായി വിജയൻ്റെ സർക്കാർ, അദ്ദേഹം ഇന്ന് കേരളത്തിലെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും വലിയൊരു കടക്കണിയിലേക്ക് തള്ളിവിട്ടുകയും ഇന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും അവിടുത്തെ ആശാവർക്കർമാർക്കും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കുമെല്ലാം ഇന്ന് ശമ്പളവും തുകകളും പോലും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഇന്ന് സംസ്ഥാനത്തെ എത്തിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് കരകയറാൻ മറ്റ് 21 സംസ്ഥാനങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കേരളത്തിലും ഒരു ഡബിൾ എൻജിൻ സർക്കാർ അത്യാവശ്യമാണ്. ഇത് കേരള ജനതയ്ക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം. വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇതിൻ്റെ പ്രതിഫലനം നമ്മൾ കാണും. നന്ദി.